വ്യാജ പരസ്യങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്ന 7 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു നിയമമുണ്ട് രാജ്യത്ത്. വലിയ സാധ്യതകളുള്ള ഈ നിയമത്തെക്കുറിച്ച് അറിയാവുന്നവർ വിരളമാണ്. പ്രമുഖ ഫാർമ സ്ഥാപനമായ പതഞ്ജലിയെ കോടതിയിൽ മുട്ടുകുത്തിച്ച ഈ നിയമമാണ് ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട്. മാന്ത്രിക ഗുണങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ചികിത്സയുടെ പരസ്യങ്ങൾ നിരോധിക്കുന്നതാണ് ഈ നിയമത്തിന്റെ കാതൽ. ഈ നിയമം ലംഘിക്കുന്നവർക്ക് 1 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. ടൈഫോയിഡ്, ലൈംഗിക രോഗങ്ങൾ, ക്ഷയം, തളർച്ച, ഗർഭധാരണ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുൾപ്പെടെ 54 രോഗങ്ങളുടെ പരസ്യങ്ങൾ ഈ നിയമം കൊണ്ട് നിരോധിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും കമ്പനി എക്സിക്യൂട്ടീവുകൾക്ക് പിഴ ചുമത്താനും നിയമത്തിലെ 16-ാം വകുപ്പ് നിർദ്ദേശിക്കുന്നു. ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കുന്ന വ്യക്തി ഒരു കമ്പനിയാണെങ്കിലും കുറ്റം ചെയ്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ടതും കമ്പനിയുടെ ഉത്തരവാദിത്വമുള്ള ഓരോ വ്യക്തിയും നിയമലംഘനത്തിൽ കുറ്റക്കാരായി കണക്കാക്കുകയും ശിക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥരായിരിക്കുമെന്നും നിയമത്തിലെ 9-ാം വകുപ്പിൽ പറയുന്നു. കുറ്റകരമെന്ന് കണ്ടെത്തിയ പരസ്യങ്ങൾ പരിശോധിക്കാനും പിടിച്ചെടുക്കാനും ഈ നിയമം അനുവദിക്കുന്നുണ്ട്. എന്താണ് മാജിക്കൽ റെമഡീസ് ആക്ടിന്റെ ചരിത്രം? അത് നോക്കാം. ഹംദർദ് ദവാഖാന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ സുപ്രീം കോടതി 1959 പുറപ്പെടുവിച്ച ഈ വിധിന്യായം ഈ നിയമത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു എന്നതാണ് ഈ നിയമത്തിനെതിരായ വിമർശനം. നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെയാണ് 1959 പുറപ്പെടുവിച്ച വിധിന്യായം ചോദ്യം ചെയ്തത്. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിവേചനരഹിതമായ ഉപയോഗം നിയന്ത്രിക്കുന്നതിനും അത്തരം മരുന്നുകൾ തയ്യാറാക്കുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളാൻ കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളോട് 1927 അന്നത്തെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ശുപാർശ ചെയ്തിരുന്നു. ഇതിനു മറുപടിയായി മരുന്നുകളുടെ നിർമ്മാണം, ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതുമായ മരുന്നുകളുടെ ഗുണനിലവാരം എന്നിവ പരിശോധിക്കുന്നതിനുമായി സർ R.N. ചോപ്ര അധ്യക്ഷനായ സമിതിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയോഗിച്ചു. പൊതുജന താൽപര്യം മുൻനിർത്തി ഇത്തരം മരുന്നുകളുടെ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യാനും സമിതി നിർദ്ദേശിച്ചു. കുത്തക മരുന്നുകളുടെ മേൽ കർശന നിയന്ത്രണം വേണമെന്ന് സമിതി ശുപാർശ ചെയ്തു. ഈ സമിതിയുടെ നിർദ്ദേശങ്ങൾ മരുന്നുകളുടെ നിർമ്മാണം, ഇറക്കുമതി, വിൽപ്പന എന്നിവ നിയന്ത്രിക്കുന്ന 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമം അവതരിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. ഫാർമസി രംഗത്തെ വ്യവസ്ഥകൾ നിയന്ത്രിക്കുന്നതിനായി പാസാക്കിയ 1948 ഫാർമസി ആക്ട് പാസാക്കുന്നതിലേക്ക് ഇത് വഴിവെച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം 1953 അന്നത്തെ സർക്കാർ ഭാട്ടിയ കമ്മിറ്റി രൂപീകരിച്ചു. വിവിധ നഗരങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പേരുടെ അഭിപ്രായങ്ങൾ ഈ സമിതി തേടുകയുണ്ടായി. അതിൽ രസതന്ത്രജ്ഞരും മരുന്നുമായി ബന്ധപ്പെട്ട വിദഗ്ധരും ഉൾപ്പെടുന്നു. മെഡിക്കൽ പ്രാക്ടീഷണർമാരും മറ്റ് ഓഹരി പങ്കാളികളും ഇതിൽ ഉൾപ്പെടുന്നു. ഒപ്പം പ്രസ് കമ്മിറ്റിയും രൂപീകരിച്ചു. ക്യാൻസർ, വൃക്കയെ ബാധിക്കുന്ന രോഗം, ബ്രൈറ്റ്സ് രോഗം, തിമിരം, പ്രമേഹം, അപസ്മാരം, ഗ്ലൂക്കോമ, ലോക്കോമോട്ടോർ അറ്റാക്സിയ, പക്ഷാഘാതം, ക്ഷയം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും രോഗങ്ങൾ സുഖപ്പെടുത്താനോ ലഘൂകരിക്കാനോ കഴിയുമെന്ന് അവകാശപ്പെടുന്ന മരുന്നുകളുടെ പരസ്യങ്ങൾ നിരോധിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിർദ്ദേശിച്ചു. ഈ കമ്മിറ്റികളുടെ ശുപാർശകളാണ് 1954 ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് നടപ്പാക്കുന്നതിലേക്ക് നയിച്ചത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ നിയമത്തെ പിന്തുണച്ചത്? മരുന്നുകളെക്കുറിച്ചുള്ള അതിശയോക്തി കലർന്ന പരസ്യങ്ങൾ നിരോധിക്കുന്നതിലൂടെ സ്വയം ചികിത്സ ഉൾപ്പെടെ തടയുകയാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്ന് 1959 ഒരു കേസിൽ കോടതി വിധിച്ചു. ധാർമ്മികതയ്ക്കും മാന്യതയ്ക്കും എതിരായ പരസ്യങ്ങൾ അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല ഈ നിയമത്തിന്റെ ശിക്ഷയെന്ന് വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി. പരസ്യം ഒരു സംഭാഷണ രൂപത്തിലാണ് ഉള്ളതെങ്കിലും അതിന്റെ യഥാർത്ഥ സ്വഭാവം പരസ്യം ചെയ്യപ്പെടുന്ന വസ്തുവിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ഒരു പരസ്യം ആശയങ്ങളുടെ ആവിഷ്കാരത്തെയോ പ്രചാരണത്തെയോ സംബന്ധിച്ച് ആശങ്കപ്പെടുമ്പോൾ മാത്രമേ അത് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാൻ കഴിയൂവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ ബിസിനസിന്റെ വാണിജ്യ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാനും വിതരണം ചെയ്യാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ ആവില്ലെന്നും കോടതി വ്യക്തമാക്കി. നിയമത്തിലെ 3-8 വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി റദ്ദാക്കിയെങ്കിലും സർക്കാർ പിന്നീട് അവയിൽ ഭേദഗതികൾ വരുത്തി. ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ടിൽ നിന്നുള്ള വിധിന്യായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഈ നിയമപ്രകാരം ചില രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ ഓൺലൈൻ പരസ്യങ്ങൾ നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്നതിനെതിരെ സ്വമേധയാ നടപടി സ്വീകരിക്കാം. നിയമവിരുദ്ധമായി പ്രസിദ്ധീകരിക്കുന്ന ഓൺലൈൻ പരസ്യങ്ങൾ നിയന്ത്രിക്കാനും 2022 മദ്രാസ് ഹൈക്കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചു. അപസ്മാരം പൂർണ്ണമായും സുഖമാക്കപ്പെടും എന്ന പരസ്യം ചെയ്ത R.K. ഗുപ്ത എന്ന ആയുർവേദ ഡോക്ടറെ 2013 സുപ്രീം കോടതി ശിക്ഷിച്ചിരുന്നു. പരസ്യം കണ്ട് അസുഖബാധിതനായ തന്റെ മകന് ഒരു സ്ത്രീ ഈ മരുന്ന് വാങ്ങി നൽകി. എന്നാൽ കുട്ടിയുടെ അസുഖം ഭേദമാകുന്നതിനു പകരം കൂടുതൽ വഷളാകുകയാണ് ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഇംഗ്ലീഷ് മരുന്ന് ആയുർവേദ മരുന്നാണെന്ന് പറഞ്ഞ് നൽകുകയും ഇയാൾ നൽകിയ ഒരു അലോപ്പതി ഗുളിക കുട്ടികൾക്ക് നൽകുന്നതല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. ആയുർവേദമല്ലാത്ത മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഗുപ്തയ്ക്ക് അനുമതിയില്ലായിരുന്നു. തുടർന്ന് ഗുപ്തയ്ക്കെതിരെ കുട്ടിയുടെ അമ്മ കേസ് നൽകി. അശ്രദ്ധയോടെ കുട്ടിയെ കൈകാര്യം ചെയ്തതിനും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് കേസെടുത്തത്. ഉപഭോക്തൃ ഫോറം അമ്മയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും കേസ് സുപ്രീം കോടതിയിൽ എത്തുകയുമായിരുന്നു. വൈദ്യശാസ്ത്രപരമായ അശ്രദ്ധ, ക്രിമിനൽ അശ്രദ്ധ, തെറ്റായ പരസ്യം എന്നിവയ്ക്ക് ഡോക്ടർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 5 ലക്ഷം രൂപ പിഴയൊടുക്കാൻ ഗുപ്തയോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രമുഖ ഫാർമ ഗ്രൂപ്പായ പതഞ്ജലിയെ കോടതിയിൽ കുടുക്കിയതും ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ടാണ്. പ്രമുഖ FMCG ഫാർമ സ്ഥാപനമായ പതഞ്ജലി ആയുർവേദിന്റെ പ്രൊമോട്ടറായ രാംദേവ്, മാനേജിംഗ് ഡയറക്ടർ ബാലകൃഷ്ണ എന്നിവർക്കെതിരായ കോടതിയലക്ഷ്യ കേസിൽ വിധി പറയുന്നത് സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. 2023 നവംബറിൽ ഉറപ്പ് നൽകിയിട്ടും തങ്ങളുടെ മരുന്നുകളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതുമായി കമ്പനി മുന്നോട്ടുപോയെന്ന ആരോപണത്തെ തുടർന്നാണ് കോടതിയിലേക്ക് ഇരുവരെയും വിളിപ്പിച്ചത്. 2 മാസത്തിനിടെ ബാലകൃഷ്ണയെയും രാംദേവിനെയും അവരുടെ പ്രവൃത്തികൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി പരിഹസിക്കുകയുമുണ്ടായി. തുടർന്ന് പ്രമുഖ പത്രങ്ങളിൽ 300-ലധികം നിരുപാധിക ക്ഷമാപണ പരസ്യം പ്രസിദ്ധീകരിക്കാൻ ഇരുവരോടും കോടതി നിർദ്ദേശിച്ചു. ക്ഷമ ചോദിച്ചുവെങ്കിലും കോടതിയലക്ഷ്യ കേസിൽ ഇവർക്ക് ശിക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ ഏറെയാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. 1954 ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ഒബ്ജക്ഷണബിൾ ബിൽ അഡ്വർടൈസ്മെന്റ് നിയമത്തിന്റെ ലംഘനമാണ് ഈ കേസിന്റെ കാതൽ.